സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ പലരുടെയും മനസ്സ് ശാന്തമാകുകയും പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മനസ്സ് അസ്വസ്ഥമാകുകയും ചെയ്യുന്നു. ഇത് സമാധാനത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ്. എല്ലാവർക്കും ലോകം തരുന്ന സമാധാനമുണ്ട്. അത് നല്ല സാഹചര്യങ്ങളാൽ ഉടലെടുക്കുന്നതാണ്. എന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന നേരത്തിലും അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സമയത്തും ഒട്ടും അടിപതറാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുന്നത് യേശു കർത്താവ് നമുക്ക് തന്ന സമാധാനം നിമിത്തമാണ്. ആ സമാധാനം ഇതുവരെയും ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കർത്താവിനോട് അപേക്ഷിക്കുക. തിരുവചനം പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ആശങ്കകളും ഉത്കണ്ഠകളും ഉണ്ടാകാറുണ്ട്. അന്നേരങ്ങളിൽ നമ്മുടെ എല്ലാവിധ ചിന്താകുലങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥന എന്നത് സഹായം അപേക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങൾ ദൈവത്തെ വിശ്വസിച്ചേൽപ്പിക്കുന്നതും അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നതും കൂടിയാണ്. അങ്ങനെ നാം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസമാധാനം കൊണ്ട് നിറയുവാനിടയാകും. ദൈവം നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ള താൽക്കാലിക ശാന്തിയല്ല. ഉത്തരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ലെങ്കിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന ആഴമായ ഉറപ്പാണത്. നാം അങ്ങനെ ഈ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ തുടരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ കാഴ്ചപ്പാടിനെ പുതുക്കുകയും ചെയ്യുന്നു. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആകുലതയും ഭയങ്ങളെയും ശമിപ്പിക്കുകയും എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ സമാധാനത്താൽ ഇന്നെന്നെ നിറയ്ക്കണമേ. ആമേൻ. Have a blessed day.